10 മിനിക്കോയാണ്. മിനിക്കോയ് സ്വന്തം മിനിക്കോയ് തന്നെയാണ്. ഭാഷയും മിനിക്കോയ് ഭാഷ. മലയാളം പഠിച്ചതാണ്. അത് ഞാൻ ജനിച്ചത് 1938 നമ്മള് എൻ്റെ ഫാദർ അവിടുത്തെ ഭരണാധികാരി ആമീനായിരുന്നു. അപ്പൊ അങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ തീരെ പോക്കില്ല, ഇവിടെ തന്നെ ആയിപ്പോയി. ലക്ഷദ്വീപിന്റെ ചരിത്രവും വർത്തമാനവും സാംസ്കാരിക സവിശേഷതകളും അറിയാൻ വേണ്ടിയായിരുന്നു മണിക് ഫാന്റെ കൊടിയത്തൂരിലെ ന്യൂ മൂൺ എന്ന വസതിയിൽ എത്തിയത്. മുമ്പ് 1956 ശേഷമാണ് മറ്റു ദ്വീപുകളുമായിട്ട് മിനിക്കോയ് ബന്ധപ്പെടുന്നത്. അതിനു മുമ്പേ അവർ തീരെ ബന്ധം ഉണ്ടായിരുന്നില്ല. പത്മശ്രീ കിട്ടിയത് 2 വർഷമായി. എല്ലാവരും വിദ്യ പഠിക്കണം, അറിയണം, എന്നിട്ട് പുരോഗമിക്കണം. പഴയ ഇതും കൊണ്ട് നിന്നാൽ ശരിയാവില്ലല്ലോ. ഈ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മാറണം, എന്നാൽ മാത്രമേ ശരിയാവും. കേരളമാണല്ലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇതുള്ള ഇത് അധികം വിദ്യാഭ്യാസം ഉള്ളതും ജനങ്ങൾ ഇതായിട്ടുള്ളതും ഈ കേരളത്തിൽ മാത്രമാണ്. ഞാൻ ഡൽഹി വരെ ഒരു സൈക്കിളിൽ യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങളും ആളുകളും ജീവിത രീതിയും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ കേരളത്തെ പോലെ ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ കേരളത്തിലാണ് അധികം അറിവുള്ളത്. ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കേരളത്തെ പോലെ വേറെ എവിടെയോ ഇല്ല. എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.